ഭക്ഷണത്തിന് മുന്നേ ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. ഇന്നലെ വരെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട്. ആകാശമൊക്കെ ഒരു നീല നിറായി വരുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു വെളിച്ചമുള്ള ദിവസമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ഉമ്മി ഒരു മൊത്തം ഒരു ക്ലീനിങ് ഡേ ആക്കി മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അപ്പോൾ ആദ്യം തന്നെ ചായയും കടിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ചായയും കടിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഒരു എനർജി കിട്ടുമല്ലോ പണി സ്റ്റാർട്ട് ചെയ്യാൻ. മോനെ അതിൻ്റെ ഇടയിൽ ഉറക്കി കൊടുത്തൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ചായയും കടിയൊക്കെ കുടിക്കണത്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, മോളും ഇപ്പയും അനിയത്തിയും കൂടി പോണത്. അവർ ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ കോഴിക്കോടേക്ക്. പെരുന്നാൾ ആവാനായല്ലോ, അപ്പോൾ കുറേ ദിവസമായി പോയി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവിടെ കുറേ ഷോപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ കളക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ ട്രെയിനിനാണ് കേട്ടോ പോയത്. അപ്പോൾ ബൈ നമ്മളെ ചായയും കടിയൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട്. മോനെ ഉറങ്ങിയ ടൈമിൽ ഇതൊക്കെ എനിക്ക് നടക്കുള്ളൂ കേട്ടോ. ഉമ്മാനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ കിട്ടൽ. ഇപ്പം എല്ലായിടത്തും ഇപ്പോൾ ഇതൊക്കെ തന്നെ ആവില്ല അവസ്ഥ. തുണികൾ മടക്കി വെക്കലും വിരിച്ചിടലും, ഇനി വിരിക്കാനുള്ള തുണികൾ എവിടെ വിരിച്ചിടുന്ന ആലോചിച്ചിട്ടുള്ള ടെൻഷന്. അങ്ങനെ അതിന് വേണ്ടി കയറി ഇറങ്ങുക, അതൊക്കെ തന്നെ ആവും എല്ലായിടത്തുമില്ലേ. ഇപ്പം ഉമ്മ മൂത്തമ്മാനൊക്കെ വിളിച്ചപ്പോൾ മൂത്തമ്മക്ക് ഈ പരിപാടി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഓരോ തിരക്കിലാണ്. അങ്ങനെ ഞാൻ പിന്നെ ഉപയോഗിക്കണ തോർത്തൊക്കെ ഒന്ന് പുഴുങ്ങി തിരുമ്പിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെള്ളം ഈസി കുക്കുമ്പോൾ വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിൽ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ കുറച്ച് നമ്മളെ ഇതില്ലേ സർഫ്, അത് കുറച്ച് ചേർത്ത് നല്ല ഇതൊക്കെ ഇട്ടിട്ട് നല്ല തിളപ്പിക്കണം കേട്ടോ. അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, തോർത്ത് നല്ല ഉണങ്ങി കിട്ടും വേണം. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിന് പറ്റിയൊരു ദിവസം. അപ്പോൾ പിന്നെ അതന്നെ ആദ്യമാണ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ മോൻ്റെ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. മോൻ്റെ തുണികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ. സാധാരണ നേരത്തെ ചെയ്യലുണ്ട്, ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആയിക്കാണ്. ഇന്ന് വെളിച്ചം കണ്ടപ്പോൾ പിന്നെ വെളിച്ചം കണ്ടപ്പോൾ അതിന് വേണ്ടി കുറച്ചും കൂടി സമയം എടുത്തതാണ്. മഴ പെയ്യോ എന്താണ് അവസ്ഥ എന്നുള്ളത്. പിന്നെ മോളും ഇപ്പം കൂടി പോയല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി ചായയും കടിയൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അമ്മ. നമുക്കിനി സമയം കളയാനില്ല കേട്ടോ. വേഗം ഓരോ പണികൾ തുടങ്ങാം. മോനെ എണീക്കണതിൻ്റെ മുന്നേ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ തോർത്ത് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ തിളച്ച് പൊന്തി വരട്ടെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മോൻ്റെ ഡൈപ്പർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 2-3 ഉള്ളൂ. അത് വേഗം ഇത്തെ പഞ്ഞിയൊക്കെ കളഞ്ഞിട്ട് വേഗം കത്തിച്ച് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ദിവസം മുന്നേ ഉമ്മ ചെയ്തതെന്താ വെച്ചാൽ, കല്ലുപ്പ് ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് കല്ലുപ്പ് പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൽ ഡൈപ്പറിൻ്റെ പഞ്ഞിടും. അപ്പോൾ അത് വെള്ളമായിട്ട് വരും കേട്ടോ ഒരു ദിവസം കഴിഞ്ഞാൽ. എന്നിട്ട് പിന്നെ ഒഴിച്ച് കളയുക, അങ്ങനെ കണ്ടിരുന്നു. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് 2-3 ദിവസം മുന്നേ അങ്ങനെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. ഇന്നിപ്പം മഴ മൂടണമുണ്ട്. അപ്പോൾ വേഗം പിന്നെ കത്തിച്ച് ഒഴിവാക്കി. അങ്ങനെ പിന്നെ ആ പണി അവിടെ നടക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ തത്തക്കുട്ടീനെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അവനെ കുറച്ചൊന്ന് കാറ്റൊളിക്കാൻ വിചാരിച്ചു. അവനക്ക് ഉള്ളിലിരിക്കുമ്പോൾ ഭയങ്കര പൊറുതിയേടാണ് പുറത്തേക്ക് കൊണ്ടാക്കാഞ്ഞിട്ട്. പിന്നെ ഈ തൂക്കിയിട്ടിങ്ങനൊക്കെ പ്ലാസ്റ്റിക് കവറുകളാണ് കേട്ടോ. ഈ പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ കൊണ്ടുപോകാൻ ചേച്ചിമാർ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണല്ലോ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ വേസ്റ്റ് കൊണ്ടുപോകാൻ. 50 രൂപ നമ്മൾ മാസം കൊടുത്താലും അവർ നമ്മളെ പറമ്പിലും മുറ്റത്തൊന്നും പ്ലാസ്റ്റിക് കവറുകളൊന്നും കാണില്ലല്ലോ. അത് ഏതായാലും നല്ലൊരു ഉപകാരമായില്ല നമുക്കെല്ലാവർക്കും. ഇപ്പോൾ കുറേ ദിവസമായി ആ ചേച്ചിമാർ വന്നിട്ട്, അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് അവിടെ അങ്ങനെ തൂക്കിയിട്ടെടുക്കണം കേട്ടോ. ഇപ്പം മീനിൻ്റെ കവറൊക്കെ ആണെങ്കിൽ കഴുകിയിട്ട് അങ്ങനെ തൂക്കിയിടലാണ്. അങ്ങനെ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ഒലിമ്പിട്ടോ. ഉമ്മാനെ ഞാൻ അതൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ഉമ്മാക്ക് കാലിനൊരു ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ചെറുതായിട്ടൊരു. അപ്പോൾ ഡോക്ടർ റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇന്ന് ഈ പണിയൊക്കെ ഏറ്റെടുത്തു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു, തോരലൊക്കെ കഴിഞ്ഞു, മുറ്റടിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഒരാൾ നീറ്റ് കിടക്കണം. അങ്ങനെ പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ കുളിക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇട്ടുള്ളത്. അപ്പോൾ മോൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെക്കുമായിരുന്നു കേട്ടോ. മഴ പിന്നെയും മൂടി ഇങ്ങനെ വരികയാണ് കേട്ടോ. പിന്നെ അത് വീണ്ടും ഞാൻ മോൻ്റെ ഓരോരോ കളികൾ കണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയിട്ടാ. കുളി കഴിഞ്ഞ് വന്നപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ ഭയങ്കര ഇരുട്ട് മൂടി വരികയാണ് കേട്ടോ. ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പത്തിന് ഉമ്മാക്കും കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ആദ്യം കുളിച്ച് വന്നു. പിന്നെ അതേപോലെ വാഴക്ക ഉണക്കാനൊക്കെ വെച്ചിരിക്കുന്നു മേലെ. അപ്പം ഉമ്മ അതൊക്കെ
എടുത്ത് വെക്കാനും ഇതിനൊക്കെ പോയിട്ടാണ്. ഒന്ന് വെയിലൊള്ളിക്കാനായിരുന്നു. ഏകദേശം ഉണങ്ങി വന്നിക്കണ്. അപ്പോൾ ഇനി ഒന്ന് കാറ്റ് കൊണ്ടാൽ അത് സെറ്റാവും. വേഗം പൊടിപ്പിക്കാനും കൊടുക്കാം. മഴ ഇങ്ങനെ എന്ന് പെയ്യുന്ന കാരണം വെയിൽ കൊള്ളിക്കാനേ പറ്റണില്ല. സംഭവം പൊടിപ്പിക്കാൻ അയക്കണം, എന്നാലും ഒന്ന് 2-3 വെയിലും കൂടി കൊണ്ടാലേ സെറ്റാവുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടോ. പിന്നെ അതാ ഒടുക്കത്തെ മഴ ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴയോ മഴ. ഇതുവരെ പെയ്യാത്തതിനൊക്കെ ഉള്ള അത് ഇടം വീട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ക്ലീനിങ് വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബായ്.